നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രധാനപ്പെട്ട തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ മലയാള മനോരമ പത്രമാണ്. മനോരമയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനോട് ക്രൂരത, 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത കാണാൻ സാധിക്കും. കുഞ്ഞിന്റെ ചിത്രവും അതുപോലെ തന്നെ കൊലപാതകയുടെ ചിത്രവും ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ബാലരാമപുരത്താണ് സംഭവം. മാതൃ സഹോദരനാണ് ഈ വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. തൊട്ടരികിലായി ഒരു കായിക വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഈ 2 ചിത്രങ്ങളിലെ വ്യത്യാസം എന്ത്? അതിലുണ്ട് സ്വർണ്ണമുടി തിളക്കം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അത് കായികം പേജിൽ അതിൻ്റെ വിശദമായ വാർത്ത കാണാൻ സാധിക്കും. പേജ് 14 ഈ വാർത്ത ലഭ്യമാകുന്നത്. തൊട്ടു താഴെയായി ആരോഗ്യ ഇൻഷുറൻസ് 60 കഴിഞ്ഞവർക്ക് ആശ്വാസ ഉത്തരവ്, 10% പ്രീമിയം കൂട്ടരുത് എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത കാണാൻ സാധിക്കും. 60 വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിലെ വാർഷിക വർധന 10% കവിയരുതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉത്തരവിട്ടതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: IRDAIയുടെ ഉത്തരവ് ഇന്നലെ തന്നെ പ്രാബല്യത്തിൽ. രണ്ടാമത്തെ ഹൈലൈറ്റ്: മുതിർന്ന പൗരർക്കുള്ള പോളിസി അനുമതി കൂടാതെ പിൻവലിക്കരുത്. ഇനി മറ്റു പ്രധാന വാർത്തകൾ കൂടി നോക്കാം. വ്യോമദുരന്തം US-ൽ വാഷിംഗ്ടണിന് സമീപം ആകാശത്ത് കൂട്ടയിടി, 67 മരണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അമേരിക്കൻ എയർലൈൻസിന്റെ ആഭ്യന്തര യാത്രാ വിമാനവും US സേനാ ഹെലികോപ്റ്ററും ആകാശത്ത് കൂട്ടിയിടിച്ച് 67 പേർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: ഇടിച്ച യാത്രാ വിമാനവും സേനാ കോപ്റ്ററും നദിയിൽ വീണു. മരിച്ചവരിൽ സ്കേറ്റിംഗ് മുൻ ലോക ചാമ്പ്യന്മാരായ ദമ്പതിമാരും ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ ഈ ഹൈലൈറ്റുകളിൽ നൽകിയിട്ടുണ്ട്. നേർക്കാഴ്ച പേജിൽ, അതായത് പേജ് 9 ഇതിന്റെ വിശദമായ വാർത്ത വായിക്കാവുന്നതാണ്. ഇനി ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ കോളം വാർത്ത കാണാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ ചൂടേറുമെന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നതിനെ കുറിച്ചുള്ള ഒരു കാലാവസ്ഥ സംബന്ധിച്ചൊരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത: സഭാ തർക്കം, 6 പള്ളികളുടെ ഭരണം, കോടതി അലക്ഷ്യ നടപടികൾ സുപ്രീം കോടതി തടഞ്ഞു എന്ന വാർത്തയാണ്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്ന എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികളുടെ ഭരണം ഏറ്റെടുക്കാനുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജികളിൽ ഇതുവരെയുള്ള കേരള ഹൈക്കോടതി നടപടികൾ സുപ്രീം കോടതി റദ്ദാക്കി എന്നതാണ് വാർത്ത. അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് സ്വപ്ന ജാസ്മിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. വിനീഷ് ഫോഗാട്ടിന് സമാനമായ ഒരു അനുഭവം നേരിട്ട് മത്സരിക്കാൻ കഴിയാതെ പിന്മാറേണ്ടി വരുമെന്ന് ഭയന്ന സ്വപ്ന ജാസ്മിൻ ഒടുവിൽ മത്സരിച്ചതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മത്സരിച്ച് വിജയിച്ചതിനെക്കുറിച്ചുള്ള വാർത്തയാണ് മാതൃഭൂമി ആദ്യം തന്നെ നൽകിയിരിക്കുന്നത്. ഇതേ വാർത്ത മനോരമയിലും കാണാൻ സാധിക്കുന്നതാണ്. ആ വാർത്തയ്ക്ക് തൊട്ടരികിലായി US ആകാശത്ത് കൂട്ടയിടി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. 67 പേർ മരിച്ചതായുള്ള സംശയമാണ് മാതൃഭൂമിയിൽ കാണാൻ സാധിക്കുന്നത്. 28 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന വിവരവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. സംഭവം വാഷിംഗ്ടണിലാണ്. മനോരമയിലും ഇതേ വാർത്ത തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്: വെള്ളം പ്രശ്നമാണ് എന്ന തലക്കെട്ടോടെ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിനെ ചൊല്ലി വിവാദം തുടരവേ ജില്ലയിലെ കുടിവെള്ള പ്രശ്നത്തിന് രൂക്ഷത വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ ബ്രൂവറിയിൽ ചർച്ച വേണമെന്ന് RJDയും എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു സബ് സ്റ്റോറിയും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യ ഇന്ത്യക്കാരൻ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിൽ സഭാ തർക്കം, കോടതിയലക്ഷ്യ ഹർജി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്: നിജ്ജർ വധത്തിൽ കാനഡ, ഇന്ത്യയുടെ പങ്കിന് തെളിവില്ല എന്ന വാർത്ത. ഇനി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നതാണ്. മനോരമയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ഈ വാർത്ത മാതൃഭൂമിയിൽ എന്നാൽ ഏറ്റവും ഒടുവിലായാണ് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് ഒരു ചിത്രമാണ്. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിലായി കേരളത്തിന്റെ പ്രതീക്ഷ വിഴിഞ്ഞത്തിന് 5000 കോടി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. വാർത്തയ്ക്കുള്ളിൽ തന്നെ ഒരു സബ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. ആദായ നികുതി പരിധി 5 ലക്ഷമാക്കിയേക്കും എന്നതാണ് അത്. ഇനി താഴേക്ക് വരുമ്പോൾ യുവാവ് പിശാചായി എന്ന തലക്കെട്ടോടെ മുൻപ് പറഞ്ഞ ആ 2 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് താഴെയായി ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ടാണ് യുവാവ് പിശാചായി എന്നത്. അതിൻ്റെ ഹൈലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ: സഹോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ജീവനെടുത്തു. രണ്ടാമത്തെ ഹൈലൈറ്റ്: ക്രൂരകൃത്യം ബാലരാമപുരം
കോട്ടുകാൽ കോണത്ത് എന്ന 2 ഹൈലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ ക്രൂരത, അച്ഛൻ മരിച്ചതിൻ്റെ 16-ാം നാൾ എന്നൊരു വിവരവും നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കോളം വാർത്തയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കുകയാണെങ്കിൽ, പിന്നാക്ക അവഗണനയിൽ കോൺഗ്രസിൽ അമർഷം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്ത കാണാൻ സാധിക്കും. SNDP യോഗത്തെ മറന്ന് മുന്നോട്ട് പോകാനാകില്ല KC എന്ന തലക്കെട്ടോടെ ഒരു സബ് സ്റ്റോറിയും ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. 10 പൈസ വൈദ്യുതി സർചാർജ് തുടരും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ മാലിന്യം തള്ളി സ്വാതി മലിവാൾ എന്ന വാർത്തയും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. അതുപോലെ ദേശീയ ഗെയിംസ് കേരളത്തിന് 2 സ്വർണം എന്ന വാർത്ത കേരള കൗമുദി ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലെ ആദ്യ പേജിലേക്ക് നോക്കുകയാണെങ്കിൽ US ആകാശ ദുരന്തം 67 മരണം എന്ന വാർത്ത ദേശാഭിമാനിയിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അതുപോലെ ഇരട്ടപ്പൊന്നിൽ കേരളം എന്ന കായിക വാർത്ത ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയുടെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ജനുവരിയിലെ റേഷൻ വിതരണം ഫെബ്രുവരി 4 വരെ നീട്ടി എന്ന വാർത്തയും 3000 കോടിയുടെ കടപ്പത്രം ഇറക്കി എന്ന വാർത്തയും നൽകിയിരിക്കുന്നതായി കാണാം. ഇനി താഴേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത് വേണം 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി ചേർത്ത് പിടിച്ച് CPIM അഖിലയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ കൂറുമാറ്റം ജനങ്ങളോടുള്ള അധിക്ഷേപം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാഷ്ട്രീയം മാറുന്ന ജനപ്രതിനിധികൾ രാജിവെക്കുന്നതാണ് ജനാധിപത്യ മര്യാദയെന്ന് ഹൈക്കോടതി പറഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിലായി 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നു, അമ്മാവൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടോടുകൂടി ബാലരാമപുരത്ത് നടന്ന ആ ക്രൂര കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഇനി ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ് കലോത്സവ വേദിയിലെ അക്രമം KSU ലക്ഷ്യമിട്ടത് കൊല്ലാൻ തന്നെ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്ത കാണാൻ സാധിക്കും. അടുത്ത പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് കേന്ദ്ര ബജറ്റ് നാളെ എന്ന വാർത്തയാണ്. വഖഫ് പാർലമെന്ററി സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ജന്മഭൂമിയിൽ നടുക്കായി ഒരു വലിയ ചിത്രം കാണാൻ സാധിക്കും. ഗാന്ധി സ്മൃതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ ഗാന്ധിജിക്ക് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി എന്ന തലക്കെട്ടോടെ ഒരു ചെറിയ കോളം വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ EDയുടെ സത്യവാങ്മൂലം സഹകരണ സംഘങ്ങൾ വഴിയും കള്ളപ്പണം വെളുപ്പിച്ചു എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടരികിൽ ഇടനിലക്കാർ എത്തിയതായും ആരോപണം, എലപ്പുള്ളി ബ്രൂവറി ഘടകകക്ഷികളും ഇടയുന്നു, CPMന് തലവേദന എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ ഒരു കായിക വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. മറ്റു പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന പോലെ തന്നെ ദേശീയ ഗെയിംസിൽ കേരളത്തിന് 2 സ്വർണം ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. പൊന്നണിഞ്ഞ് സുഹ്ന ഹർഷിത എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മറ്റെല്ലാ പത്രങ്ങളിലും നൽകിയിരിക്കുന്നത് പോലെ ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്ത ജന്മഭൂമിയും നൽകിയിട്ടുണ്ട്. ദേവേന്ദുവിന്റെ അരും കൊല, അമ്മാവൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ ഛത്തീസ്ഗഡ് മേയർ തിരഞ്ഞെടുപ്പ് BJPക്ക് ജയം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത അമേരിക്കയിൽ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം ദീപികയാണ്. ദീപികയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന വാർത്ത US വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ്. US വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചു തകർന്നു, 64 യാത്രക്കാരും 3 സൈനികരും മരിച്ചെന്ന നിഗമനം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സർക്കാർ വെട്ടി എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത കാണാൻ സാധിക്കും. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അടക്കം 50% ചുരുക്കി എന്ന ഹൈലൈറ്റും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലതു ഭാഗത്തായി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് തടയിട്ട് JDU എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ പിഞ്ചുകുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി അമ്മാവൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടോടെ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ദീപിക നൽകിയിരിക്കുന്ന വാർത്ത വിരമിച്ച ജഡ്ജിമാരെ ഹൈക്കോടതികളിൽ നിയമിക്കാൻ സുപ്രീം കോടതി അനുമതി എന്നതാണ്. ഇനി ഏറ്റവും ഒടുവിലത്തെ പത്രം മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് നോക്കുമ്പോൾ മാധ്യമത്തിന്റെ ഇടത് ഭാഗത്തായി KNM ജനറൽ സെക്രട്ടറി M മുഹമ്മദ് മദനി അന്തരിച്ചു എന്ന വാർത്ത ആദ്യം തന്നെ നൽകിയിരിക്കുന്നതായി കാണാം. അതിന് തൊട്ട് താഴെ സ്വാതി മലിവാൾ കസ്റ്റഡിയിൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമം ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ സഭാതർക്കം ഉത്തരവ് തടഞ്ഞു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. വിധി നടപ്പാക്കേണ്ടത് സർക്കാരല്ല ഹൈക്കോടതി എന്ന് സുപ്രീം കോടതി എന്നൊരു ഹൈലൈറ്റും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി ആകാശ കൂട്ടിയിടി എന്ന തലക്കെട്ടോടെ US ലാൻഡിങ്ങിനിടെ കൂട്ടിയിടിച്ച് യാത്രാ വിമാനവും സൈനിക കോപ്റ്ററും അപകടത്തിലായതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. 67 മരണം എന്ന വിവരം മാധ്യമം നൽകിയിട്ടുണ്ട്.
ഇനി വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം, വഖഫ് ബിൽ അജണ്ടയിൽ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഭാരോദ്വഹനത്തിന് ജാസ്മിൻ വിപ്ലവം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ 2 വാർത്തകൾ എന്ന് പറയുന്നത് വൈദ്യുതി ബില്ലിൽ ആശ്വാസം എന്ന തലക്കെട്ടോടു കൂടിയുള്ളൊരു വാർത്തയും അതുപോലെ തന്നെ 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്തയുമാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രധാനപ്പെട്ട തലക്കെട്ടുകളും. അടുത്ത ദിവസം വീണ്ടും പ്രധാന വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.